ഹേ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഞാനും എൻ്റെ അനിയത്തി പിന്നെ നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ ഫ്രണ്ട്സിന് വേണ്ടി ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവർ വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് നടന്നിട്ട് ഹോട്ടലിൽ കയറി പോകുന്നൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴയാണ് ഗൈസ്. നടക്കണമായിരുന്നു ഒരു സുഖം. പക്ഷെ എന്ത് പറയാനായി, മഴ നമ്മൾ നടന്നാലും എന്തായാലും അവിടെ എത്താൻ പോകുന്നില്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഓട്ടോ പിടിച്ച് പോവുകയാണ്. ആ വ്ളോഗിൽ കണ്ടിട്ട് അവരൊക്കെ ചിരിക്കുകയാണ് ഗൈസ്. എന്ത് പറയാനല്ലേ. ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലം. ഇതാണ് ഫ്രൂട്ട്സ് മേള. അപ്പോൾ നിങ്ങൾ അതിൽ ഫ്രൂട്ട്സ് മേള കണ്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അതൊരു കമന്റ് ചെയ്തോട്ടോ. അപ്പൊ ഇനി കണ്ടില്ലെന്ന് പറയില്ല. അപ്പൊ എന്തായാലും ചാനൽ ആദ്യമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ഇതാണ് ഗൈസ് ഫ്രൂട്ട്സ് മേള. സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഗൈസ് ഫ്രൂട്ട്സ് മേള. അവിടെ കുറെ ഫ്രൂട്ട്സ് ഒക്കെ കാണുമല്ലോ. അപ്പൊ അവിടെ പോകുമ്പോൾ നമുക്ക് കുറെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് സഞ്ചിലൊക്കെ ഇട്ടുകൊണ്ട് വരാന്നൊക്കെ ആയിരുന്നു എന്റെ പ്ലാൻ. എന്ത് പറയുന്നത് ഗൈസ്, അവിടെ ചെല്ലുമ്പോൾ ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ ചക്കയാണ് മെയിനായിട്ടുള്ള ഐറ്റം. പിന്നെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള മിക്ക സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു ഗൈസ്. ഫസ്റ്റ് നമ്മൾ അവിടെ ചെന്ന് കയറിയത് തന്നെ അവിടെ ഫുള്ള് ചുറ്റി കണ്ടു ഗൈസ്. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെടികളും കുറേ വിത്തുകൾ, പിന്നെ ജാക്ക് ഫ്രൂട്ട് കൊണ്ടുള്ള മെയിനായിട്ടുള്ള കുറേ ഡിഷസ് ഉണ്ടായിരുന്നു. അതൊക്കെ എന്ത് ടേസ്റ്റ് എന്നറിയാമോ. പറയാൻ കാരണം ഒന്ന് രണ്ടെണ്ണൊക്കെ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. പക്ഷേ ബാക്കിയുള്ളൊന്നും ട്രൈ ചെയ്ത് നോക്കിയില്ല. ഡിഷസ് കാണുമ്പോൾ തന്നെ അറിയാം ഗൈസ് എൻ്റെ ടേസ്റ്റ് സൂപ്പർ ആയിരിക്കും. ഇതാ ഗൈസ്, ഇതേപോലെ വീട്ടിലൊക്കെ വളർത്തുന്ന മീനുകളില്ല, അതൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു. അതൊക്കെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കുറേ സംഭവങ്ങളൊക്കെ വീഡിയോ എടുത്തു. അപ്പം ഇതിൽ ആഡ് ചെയ്യും കേട്ടോ. അതൊക്കെ ഈകളാണെന്ന് തോന്നുന്നു ഗൈസ്. മറ്റേ കൊതുവിനോട്ടൊക്കെ തിരിയില്ല, അതൊക്കെയാണെന്ന് തോന്നുന്നു. അതൊക്കെ അതായത് പോലെ വെച്ചോണ്ടിരിക്കുന്നത്. പിന്നെ അത് തേൻ, ഇതാണ് ഗൈസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതായത് ഇതുപോലെ മറ്റേ ഹണി ബീന് അതായത് ഇതുപോലെ കൂട്ടിലിട്ട് വെച്ചിങ്ങനെ കണ്ടോ, കൊള്ളാമല്ലേ, നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇത് എനിക്ക് നല്ലപോലെ ഇഷ്ടമായി കേട്ടോ. പിന്നെ അതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ കുറേ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ചക്ക വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്നാക്സ് ഒക്കെയാണ്. പിന്നെ ഇതേപോലെ കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു കണ്ടോ, തുണികളൊക്കെ വരെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇതേപോലെ ഐറ്റംസ് ഇതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്താ. ഇതേപോലെ കുറേ തുണികൾ, പിന്നെ കോട്ടൺ, പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. ഇത് പ്യുവർ കോട്ടൺ തുണികൾ. അപ്പോഴത്തേക്ക് ഇത് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവളോട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് സംസാരിച്ചൊക്കെ നിൽക്കുകയാണ്. പിന്നെ പറയണ്ടല്ലോ ഗൈസ്, അവിടെ ജിലേബി ഉണ്ടായിരുന്നു ഗൈസ്. ആ ജിലേബി ഒരു ചക്ക വെച്ചുണ്ടാക്കിയ ജിലേബി എന്നൊക്കെയാണ് അവർ പറയണത്. അപ്പം നമ്മളതൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും കഴിച്ചില്ല. കുഴപ്പമില്ല. അപ്പം നെക്സ്റ്റ് ഇയർ കഴിക്കാൻ വിചാരിച്ച്. അപ്പോൾ ഇതേപോലെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെടിച്ചട്ടിയൊക്കെ ഉണ്ട്, പിന്നെ ഭരണി, എന്തൊക്കെയൊക്കെ ഉണ്ട്. പിന്നെ ഈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു, മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ. പിന്നെ നമ്മൾ മാങ്ങ വെച്ചിട്ടുള്ള ഒരു സംഭവം കഴിച്ചു കേട്ടോ. അത് ഞാൻ ഇടയ്ക്ക് കാണിച്ചു തരാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പഴുത്ത മാങ്ങയിൽ അവർ എന്തൊക്കെയോ തക്കാളി എന്തൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ വച്ചിരിക്കുന്നതായിരുന്നു. അത് കഴിച്ചു കേട്ടോ. അത് സൂപ്പറായിട്ടുള്ള സംഭവമായിരുന്നു കേട്ടോ. ഇതേപോലെ വടിവാൾ, ടൂൾസ്, അങ്ങനെയൊക്കെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കണ്ടോ ഗൈസ്. അപ്പം നിങ്ങൾ ഇനി നിങ്ങൾ ഫ്രൂട്ട്സ് മേള കാണില്ലെന്ന് പറയില്ല കേട്ടോ. അപ്പം ചിലപ്പം എല്ലായിടത്തും ഡിഫറെൻറ്റ് ആയിരിക്കുമല്ലോ ഫ്രൂട്ട്സ് മേള. അപ്പം ഇവിടെ വന്നിട്ട് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ കുറവായിരുന്നേ ഉള്ളൂ. അപ്പം ഇതാണ് കേട്ടോ ഞാൻ കഴിച്ചെന്ന് പറഞ്ഞത്. മാംഗോ വെച്ചിട്ടുള്ള സംഭവം സൂപ്പർ സാധനമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട്. പിന്നെ നമ്മളത് കഴിച്ച് നോക്കുകയാണ്. നമ്മൾ നെക്സ്റ്റ് എന്ത് കഴിക്കാൻ നമ്മൾ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ വരുന്നതിൽ കുറേ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല, കുറച്ച് ഐറ്റംസ് മാത്രമേ വാങ്ങിയുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെയാണ് നമ്മുടെ സംഭവം. ചക്ക വെച്ചുള്ള കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുറേ ഐറ്റംസ്. അപ്പോൾ നമ്മളതിൽ ഈ സാധനം വാങ്ങിച്ചു. ഇതിൻ്റെ പേര് ഗോബി മഞ്ചൂരിയൻ എന്നാണ് കേട്ടോ. ഗോബി മഞ്ചൂരിയൻ, ചക്ക വെച്ചിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ ആണ്. അങ്ങനെ ഗൈസ്, അപ്പം ഞാൻ തിന്നുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കുകയാണ്, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ട ഇതേപോലെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണുമ്പം നമുക്ക് നല്ല ടേസ്റ്റ് ഒക്കെ തോന്നും. പക്ഷേ പൈസ ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മളതൊന്നും നോക്കിയില്ല വലുതായിട്ട്. പിന്നെ ഇതൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഗൈസ്. കണ്ടാ ലൈവായിട്ടൊക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്, നല്ല കൊള്ളാല്ലേ കാണാൻ. കണ്ട ഇതൊക്കെ എന്തോ അലുവ, കേസരി, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അതൊക്കെ ചക്ക വെച്ചിട്ടുള്ളതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് മേളയ്ക്കകത്തുള്ള വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് ഒരു സംഭവം കഴിച്ചിട്ട്, പൊട്ടറ്റോ ട്വിസ്റ്റർ എന്നാണ് അതിൻ്റെ പേര് വന്നിട്ട്. അപ്പം ഞാൻ അത് കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അങ്ങ് നീളത്തിലാണ് കേട്ടോ കൈസ് ഇരിക്കുന്നത്. അതിൻ്റെ റേറ്റ് വന്നിട്ട് 50 രൂപയാണ്. അപ്പോൾ ഒരു പൊട്ടറ്റോ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പൊട്ടറ്റോയ്ക്ക് 50 രൂപ. അപ്പോൾ നമ്മളത് കഴിച്ചാൽ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സോസ് മയോണൈസൊക്കെ വെച്ചിട്ടാണ് തന്നത്. സൂപ്പറായിരുന്നു കഴിക്കാനായിട്ട്. പിന്നെ നമ്മളിതാ അടുത്തത് കഴിച്ച് നമ്മൾ വേറെ സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു പാർക്കിൽ പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ കേട്ടോ. അപ്പം നമ്മൾ കണ്ടൊന്നുമില്ല കേട്ടോ ആ പാർക്ക് എങ്ങനെയാണെന്നൊന്നും. അപ്പോൾ ഒരു കേട്ടറിവ് മാത്രമേ ഉള്ളൂ. പാർക്കിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പം നമ്മളിതാ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഫസ്റ്റ് നമ്മൾ ഓട്ടോയിൽ വന്ന് അവിടെ ഇറങ്ങി, എന്നിട്ട് നമ്മൾ നടന്നതാണ്. അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ പാർക്ക് വന്നിട്ട്. ഇതാണ് വന്നിട്ട് പാർക്ക്. അപ്പോൾ പാർക്കിലാണെങ്കിൽ പാസ്സൊന്നുമില്ല ഗൈസ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് പുറത്ത് നോക്കുമ്പോൾ ഒരു ഗ്രൗണ്ട് പോലെ ഉണ്ടായിരുന്നു. അവിടെ കയറിയ സ്പീഡിൽ തന്നെ നമ്മൾ പുറത്ത് തിരിച്ച് വന്നെന്ന് പറയാമല്ലോ. എന്തൊരു ബോർ സ്ഥലമാണ്. പാർക്കെന്ന് പറയത്തില്ല, അത് വെറും ഒരു എന്താ പറയുക ഗ്രൗണ്ട് പോലെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. കട്ട ബോറ് പാർക്കായിരുന്നു ഗൈസ്. അപ്പോൾ കളിക്കാനുള്ളൊരു സംഭവം അവിടെ ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് ചെറിയ കളിച്ചിട്ടൊക്കെ വരാമെന്നൊക്കെയാണ് വിചാരിച്ചത്. എന്ത് പറയാൻ ഗൈസ്, നല്ല മഴയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ആ സ്പീഡിൽ തന്നെ ഇങ്ങ് തിരിച്ച് വന്നു. അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വ്ളോഗ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.